ഹായ്, മൈസെൽഫ് ഡോക്ടർ അഞ്ജന, ആൻഡ് ആയുർവേദിക് ഫിസിഷ്യൻ. ആമവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കയ്യിലും കാലിലുമുള്ള ചെറിയ ചെറിയ ജോയിൻസിനെയാണ്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെ ജോയിൻസിനെയാണോ ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആ ജോയിൻസിൽ പെയിൻ, സ്വെല്ലിംഗ്, റെഡ്നെസ്, സ്റ്റിഫ്നെസ് ഒക്കെ കാണപ്പെടുന്നതാണ്. കാലക്രമേണ ഇത് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ സ്റ്റിഫ്നെസ് മാറി മൂവ്മെൻറ്റ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ ജോയിൻറ്റ്സ് ഡീഫോംഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ രോഗികൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ചൂടുവെള്ളം മാക്സിമം കുടിക്കാനും കുളിക്കാനൊക്കെ അത് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡ് ചൂടുള്ളതും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. ഡെയിലി കുറച്ച് നേരമെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവരെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ: തണുത്ത ക്ലൈമറ്റ്, AC ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് ജോയിൻസിൽ പെയിനും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. കഴിക്കുന്ന ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചത് അല്ലെങ്കിൽ പഴകിയ ഫുഡ് ഇതൊന്നും മാക്സിമം കഴിക്കാതിരിക്കാൻ നോക്കുക. ഡേ ടൈമിൽ കിടന്നുറങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് മാക്സിമം കഴിക്കാതിരിക്കാൻ. ഡിസീസ് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്യൂർ നമുക്ക് കിട്ടുന്നതാണ്.